പിന്നെ ഒരു വർത്താനുണ്ട്. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. ആ പിച്ചക്കാരൻ ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ഇനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ അടി കൊടുക്കും. കാരണം എന്തറിയോ, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അവനെ. വെറും വൃത്തികെട്ട ചെറുക്കൻ, അലവലാതി ചെറുക്കൻ. എന്താണത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ വൃത്തികെട്ടല്ല, അലവലാതി. കാരണം ഒരു സിമ്മിൽ നിന്ന് വിളിക്കുക. അപ്പൊ ഞാൻ പറയണം, അനിയാ നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം, ഇല്ലേ? വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കുറച്ച് ഒരു 5 മിനിറ്റ് വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുക. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഞാൻ സന്തോഷം വർക്കി അല്ല എന്താ ആറാട്ടാണ്. ഞാൻ പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സംസാരിക്കുന്നു, ഫോൺ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ മൂന്നാമതൊരു സിം. അവന്റെ എനിക്ക് തോന്നുന്നു ഈ തന്തിയും തള്ളേക്കും 50 സിമ്മാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. അങ്ങനെ 4-ാമത്തെ 5-ാമത്തെ സിമ്മിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിലെ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി, നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും പറഞ്ഞു. സത്യമാണല്ലോ, സത്യമാണ്. രക്ഷപ്പെട്ടു. കേരളത്തിലെ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി, നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും പറഞ്ഞു. നന്നായിരിക്കും, ചേട്ടന്റെ ഫേസിന് നല്ലോണം ചേരും. അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും. എവിടെ വെച്ച് കിട്ടിയാലും ഈ അലവലാതെ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കും. കലിപ്പ് തീരണില്ലല്ലേ? ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. കാരണം മഞ്ജു വാര്യരുടെ സഹോദരനൊക്കെ എങ്ങനെ ആണാറ്റ് നടക്കണേ. മഞ്ജു വാര്യരുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ്, ചേച്ചി എനിക്ക് കെട്ടിത്തരാൻ. എന്തോ സൈക്ലിക് പ്രോബ്ലമാണ്. അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങുണ്ട് അവന്. നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. അലവലാതി എന്റെ കയ്യിൽ കിട്ടിയാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സന്തോഷം വർക്കിയ ആളാണോന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അവനോട് പറഞ്ഞേരെ, അവന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിയുള്ള ദിനേശിന് മുമ്പ് വരുമ്പോണെന്ന് പറഞ്ഞു. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ, വെറുതെ ഞങ്ങൾ തല്ലിക്കൊല്ലാൻ ഞങ്ങൾ എന്താ ഓച്ചന്മാരാണെന്ന് കരുതിയോ? അടി ഞങ്ങൾക്ക് പുത്തരിയല്ലെന്ന് ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. ഇനി അകത്ത് കിടക്കേണ്ടി വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചാലും ശരി, അവന്റെ മൂക്കിനെ ഇടിച്ചു പരത്തും എവിടെയെങ്കിലും വെച്ച്. ഇപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. അടുത്ത കർക്കിടകത്തിലെ നാട്ടുകാർക്ക് രാമായണം വായിക്കാനുള്ള മുതലാത്.